നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു അടിപൊളി ആപ്പിൾ മിൽക്ക് ഷേക്ക് എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ 2 ആപ്പിൾ വേണം. ചെറുതാണെങ്കിൽ 2 ആപ്പിൾ, വലുതാണെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ മീഡിയം ആണെങ്കിൽ ഒരെണ്ണം മതിയാവും. പിന്നെ 1 കപ്പ് പാൽ വേണം. മിക്സ്ഡ് നട്ട്സ്, ഞാനിവിടെ ബദാമും പിസ്തയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം. 2 ടീസ്പൂൺ ഷുഗർ വേണം, 3 ഐസ് ക്യൂബ്സ് വേണം, 2 ഏലക്കായ വേണം, പിന്നെ പട്ടയുടെ പൊടി അല്ലെങ്കിൽ പട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇനി ഈ ആപ്പിൾ ഒന്ന് പീൽ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിതിവിടെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലിയോട് കൂടിയിട്ടും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ തൊലി എടുത്തിട്ടില്ല. ഇനി നമുക്ക് ഒരു ഇടികല്ലിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏലക്ക കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് തട്ടിയെടുക്കാം. ഇതൊന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ പോഡ്സ് എടുത്ത് കളയാം. ഈ തൊലി ഇതിന് ആവശ്യമില്ല, അതിൽ സീഡ്സ് മാത്രം മതി നമുക്ക്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 6-7 ബദാമും ഒരു 6-7 പിസ്തയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇത് ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ട് തട്ടിയെടുത്താൽ മതിയാവും. ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് ഇടിച്ചെടുത്താൽ മതിയാവും. നമ്മുടെ നട്ട്സും അതേപോലെ ഏലക്കായും ചേർത്തിട്ടുള്ള ഒരു പൊടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സി എടുത്ത് അതിലേക്ക് ആദ്യം നമുക്ക് പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിൾസ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ഒരു ആപ്പിളിന് അല്ലെങ്കിൽ 2 ചെറിയ ആപ്പിളിന് 1 കപ്പ് പാൽ കറക്റ്റ് ആയിരിക്കും. ആപ്പിളിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് പാൽ കൂട്ടാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സും അതേപോലെ ഏലക്കായും ചേർത്തിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡയബറ്റിക് പേഷ്യൻസിനും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഷുഗർ ഇല്ലാണ്ട് ആപ്പിൾ കഴിക്കാൻ പറ്റുമെന്ന് ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഷേക്ക് കഴിക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. പിന്നെ സിനമൺ പൗഡർ ഇടുന്നുണ്ട്. ഈ പട്ടയുടെ പൊടി, നമ്മുടെ കറുവാപ്പട്ടയില്ലേ, അതിൻ്റെ പൊടി നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യുക ഈ സ്റ്റെപ്പ്. പക്ഷേ ഇതൊരു നല്ല കുത്ത് ടേസ്റ്റ് തരും ഇതിന്. നമുക്കിനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡിയായി. ഇനി നമുക്കിതൊരു മേസൺ ജാറിലേക്ക് മാറ്റാം. അതിനായിട്ട് ആദ്യം മേസൺ ജാറിൽ നമുക്കൊരു 3 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളുടെ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മിൽക്ക് ഷേക്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മളുടെ ആ നട്ട്സും ആ ഏലക്കയും ഒക്കെ ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു വളരെ ഒരു റിച്ച് ഫ്ലേവർ, ഒരു റിച്ച് ടേസ്റ്റാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന നട്ട്സിൽ നിന്നെടുത്ത് കുറച്ച് ഇതിൻ്റെ മേലെ ഒന്ന് തൂവി വിടാം. ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആദ്യമേ മാറ്റി വെച്ചിരുന്നു. അത്രേ ഉള്ളൂ, നമ്മളുടെ അടിപൊളി യമ്മി ആപ്പിൾ മിൽക്ക് ഷേക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ആരെങ്കിലും ഗസ്റ്റ് ഒന്ന് വീട്ടിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി കൊടുത്ത് നമുക്ക് അവരുടെ മുന്നിൽ വലിയ ആളാവാം. കിഡ്സിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു മിൽക്ക് ഷേക്കാണ്.